അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മത്തങ്ങയും പയറും കൊണ്ടൊരു എരിശ്ശേരി ഉണ്ടാക്കുന്നത് കേട്ടാ. അപ്പോൾ ഇത് ഞങ്ങളെ പറമ്പിലുണ്ടായിട്ടുള്ള മത്തങ്ങയാണ്, വീട്ടിലുണ്ടായതാണ്. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ മൺപയർ എടുത്തിട്ട് അത് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മൺപയർ ഈ മത്തങ്ങ ഒക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മൺപയർ നമ്മൾ ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് ഈ മൺപയർ ഇട്ട് കൊടുക്കുക. പിന്നെ പാകത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് 2 മിളക് നടുകീറിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെക്കുക. ഒരു 3 വിസിൽ വരുമ്പോൾ നമ്മളെ പയർ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ പയർ വെന്തിരിക്കുക. അപ്പോൾ നമുക്ക് തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനൊരു കപ്പ് തേങ്ങ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. 1 കപ്പ് തേങ്ങയിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും നല്ല ജീരകവും പെരുംജീരകവും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പാകത്തിന് ഉള്ള ഒരു മീഡിയം സൈസ് ലെവലിലേക്ക് നമ്മളത് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ എരിശ്ശേരിക്ക് അധികം അരക്കാൻ പാടില്ലല്ലോ. ഇത് ഒന്ന് മീഡിയം സൈസായിട്ട്. അപ്പോൾ പയർ വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതേ പരുവത്തിൽ വെന്ത് കിട്ടും. ഇനി മത്തങ്ങ അതിലിട്ടിട്ട് ഒരു വിസിലടിച്ചാൽ മത്തങ്ങ വേവും. അധികം ഒറ്റ വിസിലടിച്ചാൽ മതി, അപ്പോൾ പാകത്തിനുള്ള വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ തേങ്ങ കരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വിസിലടിച്ച് ചൂടാറിയതിന് ശേഷം ഇതാക്കണ്ട, പാകത്തിന് വെന്ത്. പിന്നെ അതിലേക്ക് തേങ്ങ അരച്ചത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ആഡ് ചെയ്ത് കൊടുത്ത തേങ്ങ നല്ലോണം ഇളക്കി കൊടുത്ത് പത വരുന്നതോടുകൂടെ നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ ഇനി അത് താളിച്ചെടുക്കുക. അപ്പോൾ അതിനെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ കടുകും വേപ്പിലയും ഉണങ്ങിയ മുളകും കൂടെ ഇട്ടിട്ട് ഈ വേവിച്ച് വെച്ചിട്ടുള്ള മത്തിയും പയറും വേവിച്ച് വെച്ചത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ മത്തിയും പയറും കൊണ്ടുള്ള എരിശ്ശേരി റെഡി. അപ്പോൾ ഇത് ഓണസദ്യയുടെ കൂടെ സദ്യക്കും ഒക്കെ ഉണ്ടാക്കാനും വെറുതെ നമ്മൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ നല്ല ഒരു വിഭവമാണ്.